ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഋഷികേശിലെ റിലേറ്റഡ് ആയിട്ടുള്ള മൂന്നാമത്തെ വീഡിയോ ആണ് കേട്ടത്. അപ്പോൾ ഞങ്ങൾ ചെന്നിട്ട് ആദ്യത്തെ സൺഡേ മാത്രമേ നമുക്ക് ഓഫുള്ളൂ. ബാക്കി എല്ലാ ദിവസവും 5 to 7 അവിടെ ക്ലാസ്സും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ സൺഡേ ആയപ്പോൾ പറഞ്ഞു കുഞ്ചാപുരിയിൽ നമുക്ക് സൺറൈസ് കാണാൻ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ 4 മണിക്ക് നീട്ട് റെഡിയായി. 4 മണിക്ക് പോകണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ അതേപോലെ 4 മണിയാകുമ്പോഴേക്കും എല്ലാം സെറ്റായി താഴത്തേക്ക് ഇറങ്ങി വന്നു. പക്ഷേ ഉണ്ടല്ലോ പോകാൻ പറ്റിയില്ല. എന്താ വെച്ചാൽ അവിടെ ഭയങ്കര ട്രാഫിക്കാണ്. പുലർച്ചെ 4 മണി 3 മണി 4 മണിക്ക് പോലും അവിടെ ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഈ കേദാർനാഥ് യാത്ര അതുപോലെ തന്നെ എല്ലാ യാത്രകളും പിന്നെ സീസണാണല്ലോ, അതുകൊണ്ട് തന്നെ എല്ലാ വണ്ടികളും ഒക്കെ ഇങ്ങനെ പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നമ്മുടെ ആശ്രമത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ത്രയംബകേശ്വര ടെമ്പിൾ. അതെന്ന് പറഞ്ഞാൽ ഗംഗാനദിയുടെ തീരത്ത് തന്നെ നമുക്കെല്ലാം നടന്നു പോകാനുള്ള സ്ഥലമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളെല്ലാവരും എന്തായാലും റെഡി ആയതാണല്ലോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഈ ത്രയംബകേശ്വര ടെമ്പിളിൻ്റെ അവിടേക്ക് പോയിട്ടാ. നല്ല പുലർച്ചെ ഒരു 4 മണിയാകുമ്പോഴത്തേനും ഞങ്ങൾ റെഡിയായി. വണ്ടി വരില്ല എന്ന് പറഞ്ഞോട് കൂടിയിട്ട് തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് നടന്നു. അപ്പോൾ ഒരു 4:30-5 മണിയോട് കൂടിയിട്ടുള്ള ഒരു ടൈമാണിത്. അപ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ. നമുക്ക് ആ മോർണിംഗിലുള്ള, അതായത് ആ പുലർച്ചെ സമയത്തുള്ള ആ ഒരു സൗണ്ടും വെള്ളം ഒഴുകണേൻ്റെ സൗണ്ടും കിളികളുടെ സൗണ്ടും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആക്ച്വലി ഇവിടെയൊക്കെ വരാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഒരു ഭാഗ്യം തന്നെയാണ് കേട്ടോ. ആ ഭാഗ്യം എനിക്കുണ്ടായി. അത് ഏട്ടൻ കാരനാണ്. ഏട്ടനാണ് ഇപ്പം എവിടേക്ക് പോകാനാണെങ്കിലും പൊക്കോളോ ഒക്കെ ശരിയാക്കാം എന്ന് പറഞ്ഞിട്ട് എന്നെ പറഞ്ഞയക്കണത് ഏട്ടൻ തന്നെയാണ് കേട്ടോ. ആ ഒരു സപ്പോർട്ടുള്ളതുകൊണ്ടാണ് നമുക്കിപ്പോൾ അവിടെ ഉള്ളവരാണെങ്കിൽ പോലും നമ്മൾക്കിങ്ങനെ അത്ഭുതമായിട്ട് മക്കളുണ്ട്, ഫാമിലി ഉണ്ട്, എന്നാലും ഒറ്റയ്ക്ക് വീടുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് അവരൊക്കെ കൂടുതലും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നടക്കണവരാ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ. അപ്പോൾ അവർ ഒരാളും ഒരു ലേഡി മാത്രമാണ് മാരേജ് കഴിഞ്ഞിട്ടുള്ളൂ. അത് റിട്ടയർഡ് ആയിട്ടുള്ളതാണ്. ഒരു 55 വയസ്സൊക്കെ ഉണ്ട് കേഷ്മാജി. ബാക്കി ആരും മാരീഡല്ല. അവരൊക്കെ ഈ 10-30 വയസ്സായിട്ടും മാരീഡ് അല്ലാതെ അവർ എക്സ്പ്ലോർ ചെയ്ത് നടക്കണവരാ. ഒക്കെ നോർത്ത് ഇന്ത്യയിലെ പിള്ളേരാണ് കേട്ടോ. അപ്പം നമ്മൾക്ക് ഈ ഫാമിലിയിൽ കുട്ടികളൊക്കെ ആയിട്ടും നമുക്കിങ്ങനെ പോകാൻ പറഞ്ഞയക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ നമ്മുടെ ഭാഗ്യമാണ്. നമ്മുടെ ഫാമിലിയുടെ സപ്പോർട്ടോട് കൂടി മാത്രമാണ് നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റണത്. അപ്പം ഞങ്ങൾ ഈ പെബിൾസ് എന്ന് പറഞ്ഞാൽ നിറയെ കല്ലുകളാട്ടോ, പല തരത്തിലുള്ള പല ഷേപ്പിലുള്ള കല്ലുകൾ. എന്ത് രസമാണെന്നറിയോ, നമ്മൾ ഇപ്പോൾ ഫ്ലൈറ്റിലായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ കുറേ കല്ലുകൾ എടുത്തിട്ട് വന്നിരുന്നു. നമ്മുടെ ജയശ്രീയൊക്കെ കുറേ കല്ലുകൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അത്രയ്ക്കും ഭംഗിയാണ് കല്ലുകളുടെ ഷേപ്പും കളറും ഒക്കെ, ഒന്നും പറയാൻ പറ്റില്ല. അത്രയ്ക്ക് നമുക്കതൊക്കെ വാരി കൊണ്ടിടാൻ തോന്നും. അങ്ങനെ നമ്മൾ ഗംഗാനദിയിൽ കുറേ നേരം എന്താ പറയുക അവിടെ ഇരുന്ന് അവിടുത്തെ കുറേ പേര് അവിടെ മെഡിറ്റേഷന് വേണ്ടി വന്നിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പറയാതിരിക്കാൻ പറ്റില്ല, അതൊരു ഭാഗ്യം തന്നെയാണ്. നമുക്കതൊരു ഭാഗ്യം ഉണ്ടെങ്കിൽ തന്നെയാണ് നമുക്ക് ഇവിടേക്കൊക്കെ എത്തിപ്പെടാനും പറ്റുള്ളൂ. നമ്മുടെ വെള്ളത്തിന് നല്ല തണുപ്പാണ്, ഭയങ്കര ക്ലിയർ വാട്ടറാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് നേരം മെഡിറ്റേഷനൊക്കെ നടത്തി, എന്താ പറയുക, കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് നമുക്ക് ഇതൊക്കെ മെമ്മറീസ് ആണല്ലോ. നമ്മൾ ഇനി വരാൻ പറ്റുമോ എന്ന് പോലും അറിയില്ല. പക്ഷേ ഇവിടുന്ന് 250 കിലോമീറ്റർ ഒക്കെ ഉള്ളൂ കേട്ടോ കേദാർനാഥ് അങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക്. എനിക്ക് ആഗ്രഹമുണ്ട് പോകണമെന്ന്. നോക്കാം, ഇടയ്ക്കെങ്കിൽ പോകാനുള്ളൊരു ഭാഗ്യം കൂടി കിട്ടട്ടെ. അപ്പം അത് കഴിഞ്ഞ് ഒരു 6 മണിക്ക് അവിടെ ഗംഗാരതി തുടങ്ങിയിട്ടോ. ഗംഗാരതി അപ്പം ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കണില്ല. അവിടുത്തെ അവരുടെ സോങ്ങും കാര്യങ്ങളും ഒക്കെ കേട്ടോളൂ. നമുക്ക് സത്യം പറഞ്ഞാൽ മേല് കോരി തരിക്കും കേട്ടോ. ഇപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ത്രയംബകേശ്വര ടെമ്പിൾ എന്ന് പറഞ്ഞത് ലക്ഷ്മൺ ഝൂലയുടെ ഏരിയയിലാണ്. നമ്മുടെ അവിടെ നിന്ന് 10 മിനിറ്റൊക്കെയാണ് നടക്കാനുള്ള ഒരു സ്പേസേ ഉള്ളൂ ഇങ്ങോട്ട്. അപ്പോൾ ഞങ്ങൾ പറ്റാവുന്ന ദിവസങ്ങളിലൊക്കെ ഇങ്ങോട്ട് വരാറുണ്ട് കേട്ടോ. എല്ലാ ദിവസവും ലക്ഷ്മൺ ഝൂലയുടെ അവിടേക്ക് വരും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഗംഗാരതിയുടെ പാട്ടും ഒക്കെ ഒന്ന് കേൾക്കോട്ടെ. നമ്മൾ ഹിന്ദി സിനിമയിലൊക്കെ കേൾക്കാറുണ്ടല്ലോ പാട്ടുകൾ, അങ്ങനത്തെ പാട്ടൊക്കെ വെച്ചിട്ട് നമുക്ക് സത്യം പറഞ്ഞാൽ മേല് കോരി തരിക്കും. അത്രയ്ക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ, പ്രത്യേകിച്ച് പുലർച്ചെ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഗംഗാരതി ഒന്ന് കണ്ടിട്ട് നമുക്ക് പിന്നെ പറയാം.
അങ്ങനെ ഗംഗാരതിയൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവാണ് കേട്ടോ. വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. ഇവിടെ അങ്ങനെ ചെറിയ ചെറിയ പെട്ടി കടകളാണ്. പിന്നെ റോഡൊക്കെ ഭയങ്കര കൺജസ്റ്റഡാണ്. അത്ര വലിയ വൃത്തിയൊന്നുമില്ല, അത് വേറെ കാര്യം. അത് കൂടിയൊക്കെ ഒന്ന് നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ഇപ്പോഴേ ടൂറിസ്റ്റ് പ്ലേസ് ആണ്. എത്രമാത്രം ഫോറിനേഴ്സ് വരണമെന്നറിയോ. പക്ഷേ കുറച്ച് വൃത്തിക്കുറവൊക്കെ ഉണ്ട്. ആൾക്കാർ രണ്ടും ഒക്കെ റോഡ് സൈഡിലൊക്കെ ചെയ്യുന്നുണ്ട്. അതൊന്നും നമുക്ക് അത്രയും കൂടെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ ഈ വഴി കൂടിയൊക്കെ നടന്നതാണ് കേട്ടോ. അവിടുത്തെ വഴികളും കാര്യങ്ങളൊക്കെ രണ്ട് സൈഡിൽ നിറയെ കടകളുണ്ട്, കുട്ടി കുട്ടി കടകളുണ്ട്. പിന്നെ ഈ കുൽഹദ് ടീ, അതുപോലെ തന്നെ പാനിപ്പൂരി, പിന്നെ കുറേ വളകൾ, ഫാൻസി ഐറ്റംസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. വളകളും കമ്മലുകളൊക്കെ ഏകദേശം നമ്മുടെ ഇവിടുത്തെ റേഞ്ച് തന്നെയാണ് കേട്ടോ. പിന്നെ ഒക്കേന് നല്ല വിലയാണ്. അപ്പോൾ അവിടെ ഒരു ശിവൻ്റെ ടെമ്പിൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ പോയി തുടങ്ങിയത്, ഞങ്ങൾ വന്ന അന്ന് തൊട്ടിട്ട് പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ വളരെ വലിയൊരു ശിവലിംഗം ഉണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ വിഗ്രഹങ്ങളെയൊക്കെ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റും, നമുക്ക് തന്നെ പൂജ ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ കൂടെയുള്ള ജയശ്രീ ഒരു ഒരു ദൈവഭക്തിയൊക്കെ ഉള്ള ഒരു കുട്ടിയാട്ടാ. അപ്പം ഇതവിടുത്തെ പൂജാരിയാണ്. അപ്പം നമ്മൾ കേരളത്തിൽ നിന്നാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മളോട് പ്രത്യേക ഒരു അടുപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാ പ്രാവശ്യം പോകുമ്പോഴും കേരള ഗേൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പ്രസാദമൊക്കെ തരുമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ മുകളിൽ, അതായത് വലിയ ശിവലിംഗ, അത് മുകളിൽ പോയാലാണ് അതിൻ്റെ മുകളിൽ ധാരം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളവിടെ ചെന്ന് ശിവലിംഗത്തിൻ്റെ മുകളിൽ ധാരയൊക്കെ ചെയ്തു കേട്ടോ. അത് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാം തൊടാൻ പറ്റും. അപ്പം ഇവിടെ തന്നെ ഒരു മെർക്കുരിയുടെ ശിവലിംഗം ഉണ്ടായിരുന്നു. അപ്പോൾ അത് പോയി തൊഴുതോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് തൊഴാനൊക്കെ ഒരു അവസരം തന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതേ ശിവലിംഗത്തിൻ്റെ മുകളിൽ ധാരയൊക്കെ ചെയ്ത്, കാരണം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള കുട്ടികൾക്കൊന്നും ഇതിനൊന്നുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല. കാരണം ജയശ്രീ മഹാരാഷ്ട്രയിൽ നിന്നാണ്. അപ്പോൾ ജയശ്രീക്ക് ഇതൊക്കെ അറിയാം. പിന്നെ ഒരു ഇത്തിരി കാര്യങ്ങളൊക്കെ നടക്കുന്ന, അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പ്രാർത്ഥിച്ച് ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഒരെണ്ണം കൂടി കുടിച്ചു. ഞങ്ങൾ വന്നതിന് ശേഷം ആദ്യം വേറൊരു കടയിൽ നിന്നാണ് കഴിച്ചത്. പിന്നെ ഈ ഒരു ചേട്ടൻ്റെ ചായവാല ചേട്ടൻ്റെ കടയിൽ നിന്നാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ വരെ ഈ കുൽഹദ് കുടിച്ചത്. ഞങ്ങൾ നല്ല കമ്പനിയായി. പിന്നെ എല്ലാ ദിവസവും വൈകുന്നേരം ഞങ്ങൾ ഇവിടെ വന്നിട്ടാണ് ചായ കുടിക്കാറ്. നല്ലൊരു മനുഷ്യനാണ് കേട്ടോ. അങ്ങനെ ഇത് ഭയങ്കര ടേസ്റ്റാണ്. ജിഞ്ചറും മറ്റേ ഏലക്കായും ഒക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി ചായ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുമായിരുന്നു കേട്ടോ. അങ്ങനെ വേറെ എന്തൊക്കെയാ, പിന്നെ എൻ്റെ ഒരുപാട് വിശേഷങ്ങളുണ്ട്. അപ്പം ഞാനതൊക്കെ ഇനി അടുത്തടുത്ത വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം. ഈ കാണുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെച്ചെങ്കിൽ അതൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തിക്കോളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഒരു മാസം ഋഷികേശിലുണ്ടായിരുന്നു. ഇപ്പോൾ അത് ആദ്യത്തെ ആഴ്ചയാണ്, അതായത് തിങ്കളാഴ്ച പോകുന്നു. അപ്പോൾ ഫസ്റ്റ് വീക്ക് കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ സൺഡേ മാത്രമേ നമുക്കിവിടെ ഒഴിവുള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് അവർ ഓരോന്നും പ്ലാൻ ചെയ്യും. അപ്പോൾ നമ്മുടെ കുഞ്ചാപ്പുരിയിലെ സൺറൈസ് കാണാം എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് 4 മണിയാകുമ്പോഴേക്കും നീട്ട് സെറ്റായി താഴേക്ക് വന്നത്. പക്ഷെ ട്രാഫിക് കാരണം പോകാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടെയുള്ള